ലോകമിന്ന് ഒരു മുൾമുനയിലാണ്. ഇറാൻ പരമാധികാരിയായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ വീശിയടിച്ച യുദ്ധത്തിന്റെ കാറ്റ് ഇപ്പോൾ ഭൂഖണ്ഡങ്ങൾ കടന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ നഗരവീഥികളും ആശങ്കയോടെ നിഴൽ വീഴ്ത്തിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാന്റെ പക്കൽ ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന അദൃശ്യമായ ഒരു സൈന്യമുണ്ടെന്ന ഭീതിയാണ് ഇപ്പോൾ ആഗോള രഹസ്യാന്വേഷണ ഏജൻസികളെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് നയിക്കുന്നത്. ഇറാൻ തങ്ങളുടെ സ്ലീപ്പർ സെല്ലുകളെ സജീവമാക്കാൻ ഉത്തരവിട്ടു എന്ന തരത്തിലുള്ള സൂചനകൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടതോടെ വരാനിരിക്കുന്ന ദിവസങ്ങൾ ലോക സുരക്ഷാക്രമത്തിൽ നിർണായകമാകും എന്ന് ഉറപ്പായിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്ലീപ്പർ സെല്ലുകൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഉപരിപ്ലവമായി നോക്കിയാൽ അവർ നമ്മുടെ ഇടയിലുള്ള സാധാരണക്കാരാണ്. നിങ്ങളുടെ അയൽപക്കത്തോ ഒരു IT കമ്പനിയിലെ ഡെസ്കിലോ അല്ലെങ്കിൽ ഒരു സാധാരണ ഡെലിവറി ബോയായോ അവർ ജീവിക്കുന്നുണ്ടാകാം. വർഷങ്ങളോളം, ഒരുപക്ഷെ പതിറ്റാണ്ടുകളോളം ഒരു രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് സമാധാനപ്രിയരായ പൗരന്മാരായി അവർ അങ്ങനെ ജീവിക്കും. യാതൊരുവിധ സംശയങ്ങൾക്കും ഇട നൽകാതെ ഒരു സമൂഹത്തിന്റെ ഭാഗമായി മാറുന്ന ഇവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാകും. തങ്ങളുടെ മാതൃരാജ്യത്തു നിന്നോ അല്ലെങ്കിൽ തങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നോ ഒരു പ്രത്യേക സന്ദേശം വരുന്നതുവരെ ഇവർ നിദ്രയിലായിരിക്കും. ഈ സന്ദേശത്തെയാണ് ഓപ്പറേഷണൽ ട്രിഗർ എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ ഈ ആക്ടിവേഷൻ സന്ദേശം ലഭിച്ചാൽ അതുവരെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ഇവർ പെട്ടെന്ന് തന്നെ ചാരന്മാരായോ അട്ടിമറിക്കാരായോ അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തുന്നവരായോ ആയി മാറും. ഖമേനിയുടെ മരണത്തിന് ശേഷം ടെഹ്റാനിൽ നിന്ന് പുറപ്പെട്ട ചില എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ അസ്വസ്ഥരാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിന് പിന്നാലെ സാധാരണയായി ഉപയോഗിക്കാത്ത ചില റേഡിയോ ഫ്രീക്വൻസികളിലൂടെയും രഹസ്യ കോഡുകളിലൂടെയും നിർദ്ദേശങ്ങൾ കൈമാറപ്പെട്ടതായി US ഫെഡറൽ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകുന്നു. ഈ സന്ദേശങ്ങൾ ഇന്റർനെറ്റിലൂടെയോ സാധാരണ സെല്ലുലാർ ശൃംഖലകളിലൂടെയോ അല്ല കൈമാറുന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിട്ടുള്ള ഇറാന്റെ രഹസ്യ ഏജന്റുമാർക്ക് കൃത്യമായ സ്ഥലങ്ങളിലേക്ക് മാറാനോ അല്ലെങ്കിൽ ആക്രമണങ്ങൾക്കായി തയ്യാറെടുക്കാനോ ഉള്ള സൂചനകളാകാം ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും ഒരു പുതിയ റേഡിയോ സ്റ്റേഷൻ അന്താരാഷ്ട്ര തലത്തിൽ സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങിയത് ആഗോള സുരക്ഷാ ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ ഈ ആശങ്കകൾക്ക് കൂടുതൽ രാഷ്ട്രീയ മാനം നൽകുന്നുണ്ട്. ഇറാന്റെ സ്ലീപ്പർ സെല്ലുകൾ അമേരിക്കയ്ക്കുള്ളിൽ സജീവമാകാൻ ശ്രമിക്കുന്നുണ്ടെന്നും തങ്ങൾ അവരെ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ ഇതിനിടയിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലെ തർക്കങ്ങൾ സുരക്ഷാ സംവിധാനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നത് മറ്റൊരു വസ്തുതയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയെ ബാധിച്ച ഭാഗികമായ ഗവൺമെന്റ് ഷട്ട്ഡൗൺ ഈ ഏജന്റുമാരെ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും തടസ്സമാകുന്നുണ്ടെന്ന് ട്രംപ് ആരോപിക്കുന്നു. മുൻ ഭരണകാലത്ത് രാജ്യത്തേക്ക് കടന്നുകൂടിയ ഇറാനിയൻ പൗരന്മാർ പലരും ഇത്തരം സെല്ലുകളുടെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗം. ഇത് വെറും ആരോപണമല്ലെന്നും മറിച്ച് വ്യക്തമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നീക്കമാണെന്നുമാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടനും ജർമ്മനിയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും സ്ഥിതി ഒട്ടും വിഭിന്നമല്ല. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI5ഉം നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്ററും തങ്ങളുടെ രാജ്യം നേരിടാൻ പോകുന്ന സൈബർ യുദ്ധങ്ങളെക്കുറിച്ചും അട്ടിമറി നീക്കങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ ഇൻഫ്രാസ്ട്രക്ചറുകളെ തകർക്കാൻ ഇറാന്റെ സൈബർ വിംഗ് സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജർമ്മനിയിലെ സെക്യൂരിറ്റി സർവീസുകൾ പറയുന്നത് ഖമേനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ തങ്ങളുടെ യൂറോപ്പിലെ ശൃംഖലകളെ ഏത് നിമിഷവും ഉപയോഗിച്ചേക്കാം എന്നാണ്. ചരിത്രപരമായി നോക്കിയാൽ സ്വന്തം അതിർത്തികൾക്ക് പുറത്ത് ശത്രുക്കളെ വേട്ടയാടാൻ ഇറാൻ മടിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഈ ഭയത്തിന് അടിവരയിടുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയെ പോലെയുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ലോകമെമ്പാടുമുള്ള സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ ഭീഷണികളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഖത്തറിൽ നടന്ന അറസ്റ്റുകൾ. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന് വേണ്ടി പ്രവർത്തിച്ച 2 സ്ലീപ്പർ സെല്ലുകളെയാണ് ഖത്തർ രഹസ്യാന്വേഷണ വിഭാഗം പിടികൂടിയത്. ഖത്തറിലെ സൈനിക താവളങ്ങളെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും നിരീക്ഷിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ദൗത്യം. പിടിയിലായവർ ഇറാനിൽ നിന്ന് നേരിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നവരായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ ചാരശൃംഖല വിപുലീകരിക്കുന്നു എന്നതിന്റെ തെളിവായി ഇതിനെ കാണാം. അത്യാധുനികമായ ആശയവിനിമയ ഉപകരണങ്ങളും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകളും ഇവരിൽ നിന്ന് കണ്ടെടുത്തത് വരാനിരിക്കുന്ന ആക്രമണങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു. എന്നാൽ സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചുള്ള ഈ ഭീതി എത്രത്തോളം വസ്തുതാപരമാണ് എന്നതിനെക്കുറിച്ച് പല വിദഗ്ധരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു വിദേശ ശക്തിക്ക് മറ്റൊരു രാജ്യത്തിനുള്ളിൽ വലിയ തോതിലുള്ള അട്ടിമറികൾ നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിരുന്നാലും സൈബർ ആക്രമണങ്ങൾക്കും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും ഇത്തരം സെല്ലുകൾക്ക് വലിയ തോതിൽ സാധിക്കും. ഒരു സമൂഹത്തിൽ ഭീതിയും അവിശ്വാസവും പടർത്തുക എന്നതാകാം ഇറാന്റെ പ്രാഥമിക ലക്ഷ്യം.
അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഇറാന് മേൽ അതിശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇറാൻ തങ്ങളുടെ പക്കലുള്ള ഏറ്റവും വിനാശകരമായ ആയുധമായി ഈ സ്ലീപ്പർ സെല്ലുകളെ കാണുന്നു. ഇത് ഒരു അദൃശ്യ യുദ്ധമാണ്, ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് നിശബ്ദതയും ഒളിപ്പോരും കൊണ്ട് നടക്കുന്ന ഒന്ന്. ഖമേനിയുടെ പിൻഗാമിയായി മുജ്തബ ഖമേനി അധികാരമേറ്റെടുത്തതോടെ ഇറാന്റെ വിദേശ നയം കൂടുതൽ അക്രമോത്സുകമാകാനാണ് സാധ്യത. പഴയ തലമുറയിലെ വിപ്ലവ നേതാക്കളെക്കാൾ ഉപരിയായി ആധുനിക യുദ്ധതന്ത്രങ്ങളും ചാരവൃത്തിയും പ്രയോഗിക്കാൻ മുജ്തബ മുൻകൈയെടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പടിഞ്ഞാറൻ നഗരങ്ങളിൽ ഇറാനിയൻ അനുകൂല സംഘടനകളെയും വ്യക്തികളെയും സമാഹരിക്കുന്നത്. ഇതെല്ലാം തന്നെ നേരിട്ട് ആക്രമണത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിലും സാമ്പത്തിക സഹായം നൽകുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നു. തങ്ങൾ നേരിടുന്ന ഉപരോധങ്ങൾക്കും ആക്രമണങ്ങൾക്കും പകരമായി പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതി തകർക്കുക എന്ന തന്ത്രമാണ് ടെഹ്റാൻ ഇപ്പോൾ പയറ്റുന്നത്. ഈ സാഹചര്യം ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയാണ്. എന്നാൽ ഭീതിയല്ല, മറിച്ച് ജാഗ്രതയാണ് ഇപ്പോൾ ആവശ്യമെന്ന് സുരക്ഷാ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അതിർത്തികളിൽ ഒതുങ്ങാതെ തെരുവുകളിലേക്കും ഡിജിറ്റൽ ലോകത്തേക്കും പടരുമ്പോൾ ഓരോ നീക്കവും നിരീക്ഷണ വിധേയമാക്കേണ്ടി വരുന്നു. ഇറാന്റെ ഈ അദൃശ്യ സൈന്യം ശരിക്കും ഉണർന്നോ അതോ ഇതൊരു തന്ത്രപരമായ മുന്നറിയിപ്പ് മാത്രമാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ലോകം ഖമേനിയുടെ പിൻഗാമിയുടെ നീക്കങ്ങളെയും അമേരിക്കയുടെ പ്രതിരോധത്തെയും ഉറ്റുനോക്കുമ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് മാനവരാശി കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു നിഴൽയുദ്ധമായിരിക്കും. അവസാനമായി ഒരു കാര്യം കൂടി, സുരക്ഷയും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിനും ഈ സാഹചര്യം വഴിവെക്കുന്നുണ്ട്. സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താനെന്ന പേരിൽ നടത്തുന്ന വ്യാപകമായ നിരീക്ഷണങ്ങൾ സാധാരണക്കാരുടെ സ്വകാര്യതയെ ബാധിക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. എന്നാൽ ആഗോള സമാധാനം ഭീഷണി നേരിടുമ്പോൾ കടുത്ത തീരുമാനങ്ങളെടുക്കാൻ ഭരണകൂടങ്ങൾ നിർബന്ധിതരാകുന്നു. ഖമേനിയുടെ വധത്തോടെ ആരംഭിച്ച ഈ സംഘർഷം പശ്ചിമേഷ്യയുടെ ഭൂപടം മാത്രമല്ല, മറിച്ച് ലോക സുരക്ഷാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. നാം ജീവിക്കുന്ന ഈ ലോകം സമാധാനപരമാണെന്ന് കരുതുമ്പോഴും തൊട്ടടുത്ത മുറിയിലോ അടുത്ത തെരുവിലോ ഒരു വലിയ സ്ഫോടനത്തിനുള്ള കോഡ് കാത്തിരിക്കുന്ന ഒരാൾ ഉണ്ടാകാം എന്ന ചിന്ത തന്നെ ഭയാനകമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.